സർക്കാർ തലങ്ങളിലെ അസന്തുലിതാവസ്ഥയ്ക്കെതിരെ എസ്.വൈ.എസ്. രാഷ്ട്രീയ പ്രചാരണം സംഘടിപ്പിക്കുമെന്ന് ഡോക്ടർ എ.പി. അബ്ദുൽ ഹക്കീം അസ്ഹാരി അറിയിച്ചു. എസ്.വൈ.എസ്. സംസ്ഥാന കമ്മിറ്റി തൃശൂരിൽ ഡിസംബർ 27, 28, 29 തീയതികളിലായി സംഘടിപ്പിക്കുന്ന കേരള യുവജന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് പ്ലാറ്റിനം ചേംബറിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഉദ്ഘാടന പരിപാടി സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് ഖാസിമിന്റെ അധ്യക്ഷതയിൽ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി ഉദ്ഘാടനം ചെയ്തു. സമസ്ത സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മുഖ്യപ്രഭാഷണം നടത്തി. എസ്.വൈ.എസ്. സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ത്വാഹ സഖാഫി കുറ്റ്യാടി, മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി എന്നിവർ സന്ദേശ പ്രഭാഷണം നടത്തി. സമസ്ത കേന്ദ്ര മുശാവറ അംഗങ്ങളായ താഴപ്ര മുഹയുദ്ദീൻ കുട്ടി മുസ്ലിയാർ, പി.എസ്.കെ. മൊയ്തു ബാഖഫി മാടവന, മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈസി എന്നിവർ സംബന്ധിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനർ സയ്യിദ് ഫസൽ തങ്ങൾ വാടാനപ്പള്ളി സ്വാഗതവും എസ്.വൈ.എസ്. ജില്ലാ ജനറൽ സെക്രട്ടറി ഷമീർ ഏറിയാട് നന്ദിയും പറഞ്ഞു. ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ എസ്.വൈ.എസിന്റെ 70-ാം വാർഷിക പരിപാടിയുടെ ഭാഗമായാണ് കേരള യുവജന സമ്മേളനം സംഘടിപ്പിക്കുന്നത്. 70 വർഷം പൂർത്തിയാക്കുന്ന എസ്.വൈ.എസ്. 2024 പ്ലാറ്റിനം ഇയറായി ആഘോഷിക്കുകയാണ്. അതിന്റെ ഭാഗമായി വ്യത്യസ്ത പരിപാടികളും പദ്ധതികളുമാണ് നടന്നുവരുന്നത്. കേരള യുവജന സമ്മേളനത്തോടെയാണ് പ്ലാറ്റിനം ഇയറിന് സമാപനമാകുക. സർക്കാരേതര മണ്ഡലങ്ങളിൽ യുവാക്കൾക്ക് അവസര സമത്വവും സാമൂഹിക നീതിയും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഉദ്യോഗ മേഖലകളിൽ യുവാക്കളെ പ്രാപ്തരാക്കുന്നതിനുള്ള ക്രിയാത്മകമായ പദ്ധതികളും അവസരനീതിക്കായുള്ള പ്രക്ഷോഭങ്ങൾക്കും എസ്.വൈ.എസ്. നേതൃത്വം നൽകും. സംസ്ഥാനത്ത് സർക്കാർ ഉദ്യോഗതലത്തിൽ ഗുരുതരമായ സാമൂഹിക അസമത്വം നിലനിൽക്കുന്നുവെന്ന വസ്തുതകൾ അത് നമ്മുടെ രാഷ്ട്രീയ പരാജയമാണ്.